എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ക്ലർക്ക് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അവർ ഡെലീറ്റ് ചെയ്തതാണ്. 81 ക്വസ്റ്റ്യൻ ഡെലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് വായിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻ ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഷീ ഓപ്പൺഡ് ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് ഇസ് ഹർ പ്രൈസ്. അപ്പം എക്സ്ക്ലമേഷൻ മാർക്ക് വേണം അല്ലെ. എക്സ്ക്ലെയിംഡ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവണം. അപ്പോൾ ഏതാണ് എയും ഡിയും, അതിൽ ഏതെങ്കിലും ഒന്നാവും ശരി അല്ലെ. പിന്നെ നോക്കി നോക്കൂ, പിന്നെ എന്താണ് വാട്ട് എ സർപ്രൈസ്. എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞിട്ട് കോമയാണ് ഇടുക അല്ലെ, ഇവിടെ അതല്ല. അപ്പോൾ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ സെന്റൻസ് that uses the correct form of the verb to be in the past tense. വായിച്ചു നോക്കുക. അപ്പൊ ഇതില് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. We were all very tired after the long hike yesterday. Next question. Identify the sentence with the correct use of a modal verb. ആൻസർ ഡി ആണ്. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല ഇൻ കേസ് ഓഫ് റെയിൻ. 85ാമത്തെ ക്വസ്റ്റ്യനും അവർ ഡെലീറ്റ് ചെയ്തതാണ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡെലീറ്റ് ചെയ്തതാണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് എ സിനോണിം ഫോർ അബൻഡന്റ്. ആൻസർ ബി ആണ്. പ്ലെന്റിഫുൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഡെലീറ്റ് ചെയ്തതാണ്. 88 നോക്കാം. ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ആൻസർ എ ആണ്. ഡിസ്കോർഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ഓഫ് എംഫെമറൽ. ആൻസർ ബി ആണ്. ടെമ്പററി. Next question. Find the one word for the expression craze for flowers. Answer A ആണ്. Florimania. Next question. മലയാളമാണ്. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം എന്നുള്ളത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക എന്നുള്ളത്. ആൻസർ ഡി ആണ്. ഉദ്ഘാടനം എന്നാണ് എഴുതുക. ഉദ്ഘാടനം എന്ന് പറഞ്ഞാലും ഉദ്ഘാടനം എന്നാണ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഗികം വിപരീതം ഏത്? ഭാഗികം എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെ. വിപരീതം എന്താ വരിക? സമഗ്രം, ധാരാളം എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീഹാരം പര്യായ പദം ഏത്? ആൻസർ എ ആണ്. മഞ്ഞ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും അവര് ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് പറയാം. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? കലാശക്കൊട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം നടത്തണത് അല്ലെ, അവസാനത്തെ പ്രവൃത്തി. നെക്സ്റ്റ്. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ നടപടി ക്രമം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. വാക്ക് പ്ലസ് മയം എങ്ങനെയാണ് ചേർത്തെഴുതുക? വാഗ്മയം. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവൻ പിരിച്ചെഴുതുക. ആ പ്ലസ് അൻ അവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനത്തോടു കൂടി വിളിക്കണതാണ്. പക്ഷെ അതില് ആചാര്യർ എന്നുള്ളതാണ് ഇതിൽ ശരി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.